എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിലുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ്. നമ്മുടെ അടുക്കളയിലൊക്കെ എപ്പോഴും സാധാ കാണുന്ന ചേരുവകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ. മാവൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ 4 മണി ചായയുടെ ഒക്കെ ഒപ്പം നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഈ ഒരു പാനിലേക്ക് ഞാൻ ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 4 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ കനം കുറഞ്ഞ് നീളത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഈ ഒരു സവാള ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് സവാള നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുത്ത് നമ്മൾ സവാള നന്നായിട്ട് തന്നെ വഴറ്റിയിട്ട് എടുക്കണേ. എങ്കിൽ മാത്രമേ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് സവാള അത്യാവശ്യം നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്താണ്. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചുവ മാറി സവാള കുറച്ചും കൂടി നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടണം. ഇത് കണ്ടില്ലേ, ഈ ഒരു പാകമായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. സാധാ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊടികൾ ഇത്രയും മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വേറെ പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കാം. ഇതിലേക്ക് നമ്മളൊരു സവാള വഴറ്റിയ ഒരു സമയത്ത് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. പൊടികളുടെ ഒരു പച്ച ചൊവയൊന്ന് മാറി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു മീഡിയം വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് വേവിച്ചിട്ടെടുത്താണ് കേട്ടോ. വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ഗ്രീൻ പീസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇനി നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഡ്രൈഡ് ഗ്രീൻ പീസ് ആണെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ആ ഒരു ഗ്രീൻ പീസ് വേവിച്ചിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് സമയം നമ്മളൊന്ന് വെള്ളത്തിലിട്ടതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ മൂടി വെച്ചൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ തുറന്നതിന് ശേഷം വീണ്ടും ഒരു 1-2 മിനിറ്റ് കൂടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മാത്രം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കോഴിമുട്ട പുഴുങ്ങിയതാണ്. ഒരു 4 മുട്ട ഞാൻ ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ മുട്ടയും നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മുട്ടയെല്ലാം തന്നെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്നാക്സ് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ബ്രെഡ് നമ്മൾ എടുക്കുമ്പം ഒട്ടും തന്നെ പൊടിഞ്ഞൊന്നും പോകാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലുള്ള ബ്രെഡിൽ ചെയ്താൽ മാത്രമേ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് ഫില്ലിംഗ് ഒക്കെ വെച്ച് ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് അതങ്ങ് പൊട്ടി അങ്ങ് പോകും. അതുപോലെ തന്നെ ബ്രെഡിന് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരിക്കണം കേട്ടോ. ചില ബ്രെഡൊക്കെ നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് ബ്രെഡില്ലേ, ആ ഒരു ബ്രെഡ് നമ്മൾ ഇതിലേക്ക് എടുക്കുകയും ചെയ്യില്ല. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കുറച്ചെടുക്കുക. ഇനി ഇതുപോലെ ഒരു ബ്രെഡ് എടുത്തിട്ട് മുരിഞ്ഞിട്ടുള്ള ഈ ഒരു 4 സൈഡില്ലേ, ആ ഒരു 4 സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഞാൻ ഈ ഒരു ബ്രെഡ് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം ഈ ഒരു സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കണ്ടില്ല, ഒട്ടും തന്നെ പൊടിഞ്ഞോ ഒന്നും തന്നെ പോയിട്ടില്ല. ഒരു ഷീറ്റ് പരുവത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു പരുവത്തിന് ഇത് കിട്ടത്തുള്ളൂ. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് ഇല്ലേ,
ആ ഒരു ഫില്ലിംഗ് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുക്കാം. ഒരുപാട് വെച്ച് കൊടുക്കണ്ട. നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മാത്രമേ ഇതിലേക്ക് നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. മുട്ടയൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ബ്രെഡിൻ്റെ വലിപ്പം കുറച്ചും കൂടി കുറവാണെങ്കിൽ ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുട്ട വെച്ച് കൊടുക്കുമ്പോൾ ഒരു മുകൾ ഭാഗം ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി മുട്ട ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് മൈദയിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഈ ഒരു കട്ടിക്കാകുന്ന രീതിയിലൊന്ന് റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഒരുപാട് ലൂസായി പോവാതെ ഈ ഒരു പരുവത്തിനൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഈ ഒരു മൈദയുടെയും വെള്ളത്തിൻ്റെ ഒരു മിക്സ് ഈ ഒരു സൈഡിലെല്ലാം നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം. നമ്മളിത് ഷേപ്പ് ആക്കി എടുക്കുന്ന സമയത്ത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഈ ഒരു മിക്സ് തൂത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ബ്രെഡിൻ്റെ രണ്ടറ്റവും ഇതുപോലെ പിടിച്ചിട്ട് ഇതുപോലെ മുകളിലേക്ക് ആകുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒരു സൈഡ് ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ഈ ഒരു സൈഡ് എടുത്തിട്ട് വീണ്ടും അതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഒട്ടിക്കരുത്, പൊട്ടിപ്പോവും. ഇനി ഈ ഒരു അറ്റം എടുത്തിട്ട് ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. അതിനുശേഷം ആ ഒരു രണ്ട് സൈഡും കൊണ്ടൊന്ന് ഒട്ടിക്കുക കേട്ടോ ഇതുപോലെ തന്നെ. ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പതിയെ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണേ. ഒരുപാട് ബലത്തിലങ്ങ് ഒട്ടിക്കരുത്, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, ബ്രെഡ് അല്ലേ. അപ്പം പതിയെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ കുറച്ച് ഒരു മൈദയുടെ മിക്സ് എടുത്തിട്ട് സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ചിട്ട് നമുക്ക് പതിയെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഒരിടത്തും ഒരു ഗ്യാപ്പൊന്നും ഇല്ലാതെ പൊട്ടിയൊന്നും പോകാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇനി ഈ ഒരു ഷേപ്പിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേറെ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അപ്പം ഇതിപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഞാൻ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു അരക്കപ്പ് അളവിൽ മൈദയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടി കൂടിയും പോകരുത്. ചെറിയൊരു കട്ടിക്കിരിക്കുന്ന രീതിക്ക് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു കപ്പ് വെള്ളം എടുത്തതിൽ എനിക്ക് കുറച്ച് വെള്ളം മാത്രമേ മിച്ചം വന്നിട്ടുള്ളൂ കേട്ടോ. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ മിച്ചം വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുത്ത് ഈ ഒരു പരുവാക്കിയിട്ട് നമ്മൾ എടുക്കുക. ഇത് കണ്ടില്ല, ഈ ഒരു കട്ടി ഉണ്ടായിരിക്കണം ഈ ഒരു ബാറ്ററിന്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. ഇനി ഇതോരോന്നും ആദ്യം നമുക്ക് ഈ ഒരു മൈദയുടെ മിക്സിൽ ഒന്ന് മുക്കിയിട്ടെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ബ്രെഡ് ക്രംസ് എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ബ്രെഡ് കൊണ്ടുള്ള ഏത് സ്നാക്സ് ഉണ്ടാക്കിയാലും ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാറ് സാധാരണ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇത് കുറച്ചൊന്ന് ഉറച്ചും കിട്ടും, പിന്നെ ഒട്ടും തന്നെ ഓയിലും ഇതിൽ കുടിക്കില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചതിന് ശേഷം പൊരിച്ചിട്ടെടുക്കുക. അല്ലെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചിട്ടെടുക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റോളം ഒന്ന് ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണെന്ന് പൊരിച്ചിട്ടെടുക്കുന്നത്. ഇതുപോലെ നമ്മളൊരു ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്സ് ആയതുകൊണ്ട് തന്നെ ഓയിലിന് നല്ല ചൂടുണ്ടായിരിക്കണം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഓയിലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരിക്കലും തീ കുറച്ച് വെച്ച് കൊടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഒരു സൈഡ് അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിനകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ എല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊരു കറക്റ്റ് ഒരു മുട്ട പപ്സ് ഒക്കെ കഴിക്കുന്ന ആ ഒരു കറക്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മാവൊന്നും കുഴക്കാതെ ബ്രെഡ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് 4 മണി ചായയുടെ ഒക്കെ ഒപ്പം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ
ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.